ലൗ കാന അലൈക മിസ്ല ഉഹുദിൻ ദഹബൻ ലഖളാഹു അല്ലാഹു അൻക. ഉഹദ് മലയത്തിന് അത്ര കടമുണ്ടെങ്കിലും അത് ചൊല്ലിയാൽ അള്ളാഹു വീട്ടിൽ തരും. ഷബി പറയാണല്ലോ, സിദ്ദീഖിലൊക്കെ പറയാണ്, ലൗകാന അലൈക്കി, നിന്റെ മേലുണ്ടായാലും മിസ്ല ഉഹുദിൻ ദഹബൻ, നീ സ്വർണം കൊടുക്കാണ്ട്. എത്ര നാട്ടുകാർക്ക് ഈ കൊടുക്കാനുണ്ട്? എന്ത് സ്വർണം? എത്ര കൊടുക്കാണ്ട്? ഉഹദ് മലന്റെ അത്ര 6 കിലോമീറ്റർ നീളമുള്ള 1.5 കിലോമീറ്റർ ഉയർച്ചയുള്ള മദീനയിലെ പ്രധാനപ്പെട്ട പർവ്വതമാണ് എന്ത്? ഉഹദ്. അത്ര ഈ കടം കൊടുക്കാണ്ട്. എന്താ കടം? കേവലം നോട്ടല്ല, എന്ത്? സ്വർണം കൊടുക്കാനുണ്ടെങ്കിൽ ലഖളാഹുല്ലാഹു അൻക, ആ കടം അള്ളാഹു നിന്നെ തൊട്ട് വീട്ടി തരും. അങ്ങനത്തെ ഒരു ദുആ ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആരോട് ചോദിച്ചു? ആയിഷ ബീവിയോട് റളിയല്ലാഹു അൻഹാ. നമ്മൾ ഹദ്ദാദ് ചൊല്ലുമ്പോൾ ആദ്യം ഫാത്തിഹ ഓതി, പിന്നെ നമ്മൾ എന്തു ചെയ്യും? അൽ ബഖറയിലെ ആദ്യത്തെ 5 ആയത്ത് ഓതും. പിന്നെന്താ ഓതുക? ഇലാഹുക്കും ഇലാഹും വാഹിദുൻ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം എന്ന്. ഇതിൽ ഇസ്മുൽ ആലമുണ്ട് എന്നാണ്. ഇതിൽ ഇസ്മുൽ ആലമുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? റഹ്മാനുർ റഹീം. ഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. ഇത് വെച്ച് ഒരാൾ അള്ളാഹുവിനോട് തേടിയാൽ ഉത്തരം ഉറപ്പാണ്. അൽ ബഖറ 163 ആയത്താണ്. ഈ ആയത്ത് വെച്ച ഒരാൾ എന്ത് തേടിയാലും അള്ളാഹു ഉത്തരം കൊടുക്കും. അതുള്ളടങ്ങിയ ഒരു ദുആയാണ്. ഉഹദ് മലയുടെ അത്ര പോലും കടമുണ്ടെങ്കിലും ആ കടം ഇത് ആവർത്തിച്ച് ചെല്ലുക, കടം വീടും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഒരുപാട് സ്ഥലത്ത് ഈ ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എനിക്കെൻ്റെ ഉപ്പ പഠിപ്പിച്ചു. എന്താണ് ദുആ? അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തിൽ മുത്തദീൻ റഹ്മാനദ് ദുനിയാ വൽ ആഖിറ വറഹീമുഹുമാ അൻത തർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ അൻ റഹ്മത്തി മൻ സിവാക്. അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തിൽ മുത്തദീൻ റഹ്മാനദ് ദുനിയാ വൽ ആഖിറ വറഹീമുഹുമാ അൻത തർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ അൻ മൻ സിവാക്. ഇതാണ് ദുആ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹുമ്മ പഴയ കാലത്ത് എല്ലാ വഖത്തിലും ഈ ദുആ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ പള്ളി മിഹ്റാബുകളിൽ നിന്ന് ദുആ ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫിന്റെ കൂടെ അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തിൽ മുത്തദീൻ റഹ്മാനദ് ദുനിയാ വൽ ആഖിറ വറഹീമുഹുമാ അൻത തർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ അമ്മൻ സിവാക്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഒന്നുകൂടെ. അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തിൽ മുത്തദീൻ റഹ്മാനദ് ദുനിയാ വൽ ആഖിറ വറഹീമുഹുമാ അൻത തർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ അമ്മൻ സിവാക്. ഒന്നുകൂടെ. അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തിൽ മുത്തദീൻ റഹ്മാനദ് ദുനിയാ വൽ ആഖിറ വറഹീമുഹുമാ അൻത തർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ അമ്മൻ സിവാക്. ഒന്നുകൂടെ. അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തിൽ മുത്തദീൻ റഹ്മാനദ് ദുനിയാ വൽ ആഖിറ വറഹീമുഹുമാ അൻത തർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ അമ്മൻ സിവാക്. സ്പീഡിൽ. അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തിൽ മുത്തദീൻ റഹ്മാനദ് ദുനിയാ വൽ ആഖിറ വറഹീമുഹുമാ അൻത തർഹംനി റഹ്മതൻ
തുഗ്നീനി ബിഹാ അമ്മൻ സിവാക്. ഒന്നും കൂടെ. അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തിൽ മുൽത്തരീൻ റഹ്മാനദ് ദുനിയാ വൽ ആഖിറ വറഹീമഹുമാ അൻത തർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ അമ്മൻ സിവാക്. എന്താ അർത്ഥം? ഞാൻ അർത്ഥം പഠിച്ചിട്ട് 2-3 വട്ടം കൊണ്ട് ചൊല്ലിയാൽ മതി, മറക്കരുത്. റമളാനാണ്, കടം വീഴണം. അല്ലാഹു തആല കടം വീട്ടി തരട്ടെ. റമളാനാണ്, കടം വീഴണം. ഉഹുദ് മലയുടെ അത്രയാണ് നിന്റെ കടമെങ്കിലും അള്ളാഹു നിന്നെ ദുനിയാവിന് തന്നെ അത് വീട്ടിത്തരും. മഹ്ശറിന് ഒരാൾക്ക് ബുദ്ധിമുട്ടായി കൊടുക്കേണ്ടി വരൂല. ദുനിയാവിന് തന്നെ അള്ളാഹു തആല നിനക്ക് ആ കടം വീട്ടിത്തരും എന്ന് പറഞ്ഞുകൊണ്ട് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ച ദുആയാണ് ഇതെന്ന് മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബിവിയെ പഠിപ്പിച്ചു. അല്ലാഹുവേ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി. മനസ്സിലായില്ല? ഒരു കാര്യകാരണത്താൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനാണ് ഹമ്മ് എന്ന് പറയാം. കാരണം അറിയൂല, വല്ലാത്തൊരു പ്രയാസം, ഒരു നിർദ്ദിഷ്ടമൊന്നുമില്ല, എല്ലാം പ്രയാസം, അതാണ് ഗമ്മ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി, ഹമ്മിനെ ഫർജ് ചെയ്യുക, അതിനെ വിടർത്തി പരിഹാരം ഉണ്ടാക്കുക. കാശിഫൽ ഗമ്മ്, ഗമ്മ് പറഞ്ഞാൽ അതായത് ആകെ ഒരു മേഘം മൂടിയ അവസ്ഥ പോലെ, ആകെ എല്ലാം പ്രശ്നം, ഇന്നാലിന്നല്ല ഒക്കെ പ്രശ്നം, അതൊക്കെ ഒന്ന് ഒഴിവാക്കി റാഹത്താക്കി തരും. ആര്? അല്ലാഹുവേ ഫാരിജൽ ഹമ്മി, ഹമ്മിനെ ഇല്ലാതാക്കുന്നവനെ, കാശിഫൽ ഗമ്മി, ഗമ്മിനെയും ഇല്ലാതാക്കുന്നവനെ. കാര്യകാരണ സംബന്ധിയായ ഒരു പ്രത്യേക കാരണത്താൽ ഉണ്ടാകുന്ന പ്രയാസത്തിന് ഹമ്മെന്നും, പ്രത്യേക ഒന്നും നന്നല്ല എല്ലാത്തിനും പ്രയാസം, അതിന് ഹമ്മെന്ന് പറയും. അല്ലാഹു തആല നമ്മളെ അത്തരം പ്രയാസങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. അതെല്ലാം ഒഴിവാക്കി തരുന്നവനെ, മുജീബ ദഅവത്തിൽ മുൽത്തരീന, ബുദ്ധിമുട്ടിയവരുടെ ഏത് തേട്ടത്തിനും ഉത്തരം കൊടുക്കുന്നവനെ. മനസ്സിലായില്ലേ? മുജീബ യാ ഹയ്യു യാ ഖയ്യൂം യാ മൻ കുല്ലമാ നാദാഹു മുൽത്തറുൻ അജാബ ദുആഹു അൻതൽ ജലീലുൽ ഫർദു വസ്സമദുൽ ലദീ യുഅ്തിൽ ലദീ യദ്ഉഹു കുല്ല മുനാഹു യാ റബ്ബനാ യാ റബ്ബനാ യാ റബ്ബനാ യാ റബ്ബനാ യാ റബ്ബു യാ റബ്ബാഹു. വെള്ളിയാഴ്ച ചെല്ലുന്ന ബെയ്ത്തിൽപ്പെട്ടൊരു ബെയ്ത്താണത്. മനസ്സിലായില്ലേ? ആ ബെയ്ത്തിലുണ്ട് ഇത്. യാ ഹയ്യു യാ ഖയ്യൂം യാ മൻ കുല്ലമാ, ഹയ്യും ഖയ്യൂമായവനെ, ഹയ്യായവനെ, ഖയ്യൂമായവനെ, യാ മൻ കുല്ലമാ നാദാഹു മുൽത്തറുൻ, ഒരു ബുദ്ധിമുട്ടിയവൻ വിളിച്ചാൽ അജാബ ദുആഉ, ഏത് ഉത്തരം കൊടുക്കുന്നവനെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട മുജീബ് ദഅവത്തിൽ മുൽത്തരീൻ, അത് അല്ലാഹു തആലാന്റെ പരിശുദ്ധ കലാമിൽപ്പെട്ടതാണ്. അള്ളാഹിന്റെ പരിശുദ്ധമായ അള്ളാഹിന്റെ സിഫത്താണ് മുജീബ് ദഅവത്തിൽ മുൽത്തരീൻ. ഏത് ബുദ്ധിമുട്ടിയവന്റെ ദുആക്കും ഉത്തരം നൽകുന്നവനാണ്. അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തിൽ മുൽത്തരീൻ. പിന്നെ റഹ്മാനദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും റഹ്മത്ത് ചൊരിയുന്നവനെ, അവിടുത്തെ റഹ്മാനെ വറഹിമഹുമാ, അത് രണ്ടിലും റഹ്മാനായവനെ, അത് രണ്ടിലും റഹീമുമായവനെ. റഹ്മാനി എന്നത് അള്ളാഹിന്റെ റഹ്മത്തിന്റെ രഹസ്യമാണ്, റഹീം അള്ളാഹിന്റെ റഹ്മത്തിന്റെ വേറൊരു രഹസ്യമാണ്. റഹ്മാനും റഹീമും പറയുമ്പോൾ റഹ്മാനെയാണ് മുന്തിൽ വെച്ച് പറയുക. റഹ്മാൻ അള്ളാഹു ഒരാൾക്കും കൊടുക്കാത്തതാണ്, റഹീം അള്ളാഹു സൃഷ്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. റഹ്മാൻ എന്ന പേരിലില്ല. റഹീം സൃഷ്ടിക്ക് സിഫത്ത് പേരുണ്ട്. മുത്തു മുഹമ്മദ് മുസ്തഫ റഹീമാണ്, ആരല്ല, റഹ്മാനല്ല. റഹ്മാനും റഹീമും ഒപ്പം വെച്ചാൽ റഹ്മാനിനെ മുന്തിക്കും ചെയ്യും. അതിന് ഭയങ്കര ഉത്തരവുണ്ടാവും, വല്ലാത്തൊരു ഉത്തരം ഉണ്ടാവും. അപ്പോൾ അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി, കടം വീടാൻ റമദാൻ മാസമാണ്, ചൊല്ലിക്കോളി. എന്ത് കടം അല്ലാഹു തആല വീട്ടിത്തരും, അല്ലാഹു വീട്ടിത്തരട്ടെ. അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തിൽ മുൽത്തരീന റഹ്മാനദ് ദുനിയാ വൽ ആഖിറ വറഹീമഹുമാ അൻത തർഹംനി, നീ എനിക്ക് റഹ്മത്ത് ചൊരിയണം. റഹ്മത്തൻ, ഒരു റഹ്മത്ത്
തുഗ്നീനി, ആ റഹ്മത്ത് എന്നെ മുതലാളിയാക്കും. മനസ്സിലായില്ലേ? ബിഹാ, ആ റഹ്മത്ത് കൊണ്ട് എന്നെ മുതലാളിയാക്കുന്ന തരത്തിലുള്ള റഹ്മത്ത്. അമ്മൻ സിവാക്ക, ഖിന എന്ന് പറഞ്ഞാൽ വേറൊരാളിലേക്ക് ആവശ്യം വരാതിരിക്കുക. അല്ലാതെ ബാങ്ക് ബാലൻസ് എന്നല്ല അതിൻ്റെ അർത്ഥം. ഖിന, എന്താ ഖിനന്റെ അർത്ഥം? ഒരാളിലേക്ക് കൈ നീട്ടാണ്ടാത്ത അവസ്ഥക്കാണ് എന്ത് പറയാ? ഖിന. അള്ളാന്റെ ഔലിയാക്കന്മാര് ഒന്നും പാത്തു വെക്കൂല, പക്ഷെ അവർക്ക് ഖിന ഉണ്ട്. അള്ളാന്റെ ഔലിയാക്കന്മാര് നമ്മൾ പറഞ്ഞതുപോലെ സൂക്ഷിക്കൂല, അവർക്ക് ഖിന ഉണ്ട്. പക്ഷികൾ, പറവകൾ, അവർക്ക് ബാങ്ക് ബാലൻസ് ഇല്ല. എന്തുകൊണ്ട്? ഖിന ഉണ്ട്. അവർക്ക് ഖിന ഉണ്ട്. എന്തുകൊണ്ട് ഖിന ഉണ്ട്? തവക്കുലുണ്ട്. ലൗ തവക്കൽതും അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി ലറസഖകും കമാ യർസുഖു ത്വയ്റ. നിങ്ങൾ അല്ലാഹുവിനോട് യഥാർത്ഥത്തിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ, ഹഖ്ഖ തവക്കുലിഹി, ഭരമേൽപ്പിക്കേണ്ട വിധത്തിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ, ലറസഖകും, അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം തരും. കമാ യർസുഖു ത്വയ്റ, പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കും പോലെ. തഗ്ദു ഖിമാസൻ വതറൂഹു ബിത്വാനാ. തഗ്ദു ഖിമാസൻ, അത് രാവിലെ കൂട്ടിൽ നിന്നിറങ്ങുമ്പോൾ വയറൊട്ടിപ്പിടിച്ച്, വതറൂഹു ബിത്വാനാ, തിരിച്ചെത്തുമ്പോൾ വയറ് നിറഞ്ഞു. ബാങ്ക് ബാലൻസ് ഉണ്ടോ? പറയുണ്ടോ? ഇല്ല. അവർക്ക് ഭക്ഷണം കിട്ടും. എന്തുകൊണ്ട്? അവർക്ക് ഖിന ഉണ്ട്. ഖിന എന്തുകൊണ്ട് ഖിന ഉണ്ടായി? തവക്കുലുണ്ട്. അല്ലാഹു തആല നമുക്കും തരട്ടെ. പേടിക്കണ്ട, ഒരു പേടി ഉണ്ടാകരുത്.